വിവിധ സഹകരണ സംഘങ്ങൾ അവരുടെ പേരിൽ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജാഗ്രതാ നിർദ്ദേശമാണ് ഞാൻ നിങ്ങളിവിടെ അറിയിക്കുന്നത്. 2020 സെപ്റ്റംബർ 29 നിലവിൽ വന്ന ബാങ്കിങ് റെഗുലേഷൻ ഭേദഗതി നിയമം 2020 മുഖേന 1949 ബാങ്കിങ് റെഗുലേഷൻ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. തദനുസരണം BR ആക്ട് 1949 വകുപ്പുകൾ അനുസരിച്ച് സഹകരണ സംഘങ്ങൾ ബാങ്ക്, ബാങ്കർ അഥവാ ബാങ്കിങ് എന്ന വാക്കുകൾ അവരുടെ പേരുകളുടെ ഭാഗമായി ഉപയോഗിക്കാൻ പാടില്ല. 1949 ബാങ്കിങ് റെഗുലേഷൻ നിയമത്തിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമായത്. BR ആക്ട് 1949 സെക്ഷൻ 7 ലംഘിച്ച് ചില സഹകരണ സംഘങ്ങൾ തങ്ങളുടെ പേരിൽ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നതായി RBIയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 1949 BR ആക്ടിൻ്റെ വ്യവസ്ഥകളെ ലംഘിച്ച് ബാങ്കിങ് ബിസിനസ് നടത്തുന്നതിന് തത്തുല്യമായി ചില സഹകരണ സംഘങ്ങൾ അംഗങ്ങൾ അല്ലാത്തവരിൽ നിന്നും, നാമമാത്രമായ അംഗങ്ങളിൽ നിന്നും, അസോസിയേറ്റ് അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നതായും RBIയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മേൽപ്പറഞ്ഞ സഹകരണ സംഘങ്ങൾ BR ആക്ട് 1949 പ്രകാരം ബാങ്കിങ് ബിസിനസ് നടത്തുന്നതിന് RBI ലൈസൻസ് നൽകിയിട്ടില്ല എന്ന് പൊതുജനങ്ങളെ ഇതിനാൽ അറിയിക്കുന്നു. ഇത്തരം സഹകരണ സംഘങ്ങളിലുള്ള നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമല്ല. അത്തരം സഹകരണ സംഘങ്ങൾ ഒരു ബാങ്കാണെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ ജാഗ്രത പാലിക്കാനും ഇടപാടുകൾ നടത്തുന്നതിന് മുമ്പും RBI നൽകിയ ബാങ്കിങ് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാനും പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. RBI നിയന്ത്രിക്കുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പട്ടിക ചുവടെയുള്ള ലിങ്കിൽ നിന്ന് ലഭ്യമാണ്. അതായത് https://www.rbi.org.in commonperson.english-banks-india.aspx എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാണ്.